ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഒരു ഇത്തിരി പഞ്ചസാര നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡിന്ന് ഇപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഹീറ്റ് ചെയ്തതിന് ശേഷം എന്നിട്ട് അടുത്തത് വെച്ച് കഴിഞ്ഞാൽ പാലിത്തിരീശ ഒഴിച്ചു കൊടുക്കുക. പാൽ ആവശ്യത്തിന് 5-6 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പറയുന്നത് നമ്മൾ റൈസ് അപ്പം നല്ല ക്രിസ്പി ബ്രൗൺ കളർ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത് അങ്ങനത്തെ 3 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ സോഫ്റ്റും പുറത്ത് ക്രിസ്പിയും ആയ 3 ബ്രെഡും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഇതാ ഇങ്ങനെ മുറിച്ചിട്ടെ. ഇതാ പുറത്ത് നല്ല കട്ടിയുണ്ട്, ഉള്ളു ഫുൾ സോഫ്റ്റാട്ടോ. ഉള്ളു സോഫ്റ്റും പുറം ഭാഗം കട്ടിയും. ഇത് ഞാൻ കുറേ തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പാലിൻ്റെ സ്മൂത്ത്നെസ്സും പുറത്ത് ഷുഗറിൻ്റെ കട്ടിയും അടിപൊളിയാണ്. അപ്പം നമ്മളുടെ കുക്കിംഗ് സീരീസ് കഴിഞ്ഞു. ഇനി അടുത്ത വെക്കേഷനിൽ ഏത് സീരീസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ പിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് ഏത് വെക്കേഷൻ സീരീസാണ്. ബൈ.